കേണൽ ഡിന്നി, സർപ്രൈസിൻ്റെ എല്ലാ ഘടകങ്ങളും, പ്രിസൈസ് സ്ട്രൈക്കിൻ്റെ എല്ലാ ഘടകങ്ങളും, സർജിക്കൽ സ്ട്രൈക്കിൻ്റെ എല്ലാ സ്വഭാവങ്ങളും, അവിടെ നിന്ന് പറന്നുയരുന്ന സ്ട്രൈക്ക് ഫോഴ്സിൻ്റെ ഒരു വിഭാഗം ഇവിടേക്ക് വരാതെ പടിഞ്ഞാറേക്ക് നീങ്ങുന്നു. മിനിമം കമ്മ്യൂണിക്കേഷനിൽ കൂടി ആകാശത്ത് വച്ച് ഇന്ധനം നിറച്ച് യുദ്ധവിമാനങ്ങൾ എത്തുന്നു, ദൗത്യം പൂർത്തിയാക്കുന്നു, മടങ്ങിപ്പോകുന്നു. ആദ്യം ഈ ഓപ്പറേഷനെ കുറിച്ച്, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിനെ കുറിച്ച്. ശ്രീ പ്രദീപ്, എനിക്കൊന്ന് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം US സൈന്യത്തിന്റെ അവരുടെ സുപ്രീമസി, അവരെന്തുകൊണ്ടാണ് US വേൾഡിലെ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്നതിന്റെ കാരണം അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിലൂടെ നമ്മൾ കണ്ടത്. അതായത് ഈ സർപ്രൈസ് എന്ന് ശ്രീ പ്രദീപ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ ഈവൻ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ്, അദ്ദേഹം പോലും ഈ സർപ്രൈസിന്റെ ഭാഗമായിട്ട് ഇതിനൊരു ആ രീതിയിലുള്ള ഡിസപ്ഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷനിലൂടെയും അത് ചെയ്തു. ഇൻഫാക്ട് അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞത് 14 ദിവസം, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ മുനീർ പോലും ഇതിന്റെ ഭാഗമായിരുന്നു. കാരണം ജനറൽ മുനീറിനെ വിളിച്ച് വിരുന്ന് കൊടുത്തു, ഫുഡ് കൊടുത്തു. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇറാന്റെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഒഫൻസീവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കും, അതിന് പാകിസ്ഥാന്റെ സഹായം വേണം എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ആ രീതിയിലേക്കുള്ള ഒരു ചർച്ച, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിസ്കഷനും കൂടെ നടന്നു. അപ്പം ഇതെല്ലാം മറികടന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം US ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ നേവൽ ഫോഴ്സസിനെ മൂവ് ചെയ്തിരുന്നു. അവരുടെ ഒരു സബ്മറീന്റെ ഒരു സബ്മറീന്റെ അസറ്റ്സ് അറേബ്യൻ സീയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ അവരുടെ B2 ബോംബേഴ്സ്, അത് ഒരു സെറ്റ് ഓഫ് B2 ബോംബേഴ്സ് നേരെ പറന്ന് ഗ്വാമിലേക്കും ഡിയോഗ ഗാർഷ്യയിലേക്കും പോകാനുള്ള രീതിയിലേക്ക് മാറ്റി. മറ്റൊരു സെറ്റ് നേരെ US നിന്ന് 17 മണിക്കൂറോളം പറന്ന് ഈ ഇറാനിലെ പ്രദേശത്തേക്ക് പോയി. അതിന് മുൻപായിട്ട് മറ്റ് ഒരു 125ഓളം വരുന്ന പാക്കേജ്, ആ അസറ്റ്സ് ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ പല ഭാഗത്തു നിന്ന് അതിനെ ജോയിൻ ചെയ്ത് അതിന് സപ്രസിംഗ് എനിമി എയർ ഡിഫൻസ് എന്ന് പറയും. അതായത് അവരുടെ ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ച് ഇറാന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ സപ്രസ് ചെയ്തു. അതായത് അവർക്ക് നമ്മൾ അന്ധരാക്കെന്ന് പറയല്ല, ഒന്നും അറിയാത്ത രീതിയിലേക്ക് അവരെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഈ B2 ബോംബേഴ്സ് അവർ ചെന്നത് സ്ട്രൈക്ക് ചെയ്തത്. അതിനകത്ത് തന്നെ 7 B2 ബോംബേഴ്സ് ആണ് അവരുടെ ഏറ്റവും ലോങ്സ്റ്റ് മിഷൻ ആൻഡ് ഓൾസോ ഇൻഫാക്ട് ഏറ്റവും ലാർജസ്റ്റ് മിഷൻ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാം ഈ B2 ബോംബേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് വരെ യൂസ് ചെയ്യാത്ത ഒരു പ്രത്യേക തരം ബോംബ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് GBU-57 എന്നാണ്, മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ. അതായത് ഭൂമിയിലേക്ക് ഇടുമ്പം അത് നേരെ താഴെ ഒരു 50-60 മീറ്റർ താഴെ പോയി എക്സ്പ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതാണ്. ഈ ബോംബ് ഇതുവരെ US എങ്ങും യൂസ് ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ ഒരു വാസ്തവം. അതായത് ന്യൂക്ലിയർ വെപ്പൺ കഴിഞ്ഞ അടുത്ത കൺവെൻഷൻ ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള എഫക്ട് ചെയ്യാൻ പറ്റുന്ന ബോംബാണ് GBU-57. മുൻപ് ഒരിക്കലും ഉപയോഗിക്കാത്തതാണ്. അങ്ങനെ ഉള്ള ഈ ബോംബ്സ്, അതിന്റെ ഒരെണ്ണത്തിന് തന്നെ ഏകദേശം 14,000 kg ആണ് ഒരു ബോംബിന്റെ. അപ്പൊ ഒരു B2 സ്റ്റെൽത്ത് ബോംബറിൽ 2 എണ്ണം മാത്രമാണ് ക്യാരി ചെയ്യാൻ പറ്റുക. അവർ 14 ഇതുപോലത്തെ 14 ബോംബ്സ്, അതായത് 7 B2 ബോംബേഴ്സ് ചെന്ന് ഈ 3 സൈറ്റിൽ സ്ട്രൈക്ക് ചെയ്യാണ്. അതിനകത്ത് 12 എണ്ണം തന്നെ ഈ ഫോർഡോ എന്ന് പറയുന്ന ആ ഇറാൻ സൈറ്റിലാണ്. അതാണ് ഏറ്റവും ആഴത്ത് അവരുടെ ഈ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്ത് വെച്ചിരുന്നത്. അവിടെ ഏകദേശം ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 12 എണ്ണം അവിടെയാണ് സ്ട്രൈക്ക് ചെയ്തത്. ബാക്കി 2 എണ്ണം മറ്റ് നതാൻസിലും ഇസഫാൻ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് അവർ സ്ട്രൈക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ചെയ്ത് അവർ തിരിച്ചു വന്നു. ഇതിന്റെ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ നിയർ സൈമൾട്ടേനിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ സബ്മറീനിൽ നിന്ന് ടോം ഹോങ്സ് മിസൈൽ അവർ ഫയർ ചെയ്തു മറ്റു സ്ഥലത്തേക്കുള്ള അസറ്റ്സിന്. അപ്പൊ നോക്കൂ എത്ര കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. അപ്പൊ അതിനകത്ത് ഏറ്റവും എന്ന് വെച്ചാൽ ഇറാനിന് ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷനോ ഒന്നും തന്നെ അവർക്ക് കിട്ടിയതുമില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ഫോർഡോ ന്യൂക്ലിയർ സൈറ്റിനെ ഏറ്റവും ഗാർഡൻ ആയിട്ട് നോക്കിയ ഒരു സൈറ്റ് ആയിരുന്നു. പക്ഷെ അതിനെ US-ന്റെ ഇത്രയും ദൂരത്ത് നിന്ന് വന്ന്, അതായത് 37 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈ ചെയ്താണ് പോകുന്നത്. എല്ലാം മിഡ് എയറിൽ തന്നെ റീഫ്യൂലിംഗ് ചെയ്ത് തിരിച്ചു പോവുക എന്നുള്ളത് ഒരു വലിയൊരു എനിക്ക് തോന്നുന്നു മിലിറ്ററി കാപ്പബിലിറ്റി ഡെമോൺസ്ട്രേറ്റർ, ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ, സർപ്രൈസിന്റെയും ഡിസപ്ഷന്റെയും ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഒക്കെ വേറൊരു ലെവലിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നെയാണ് ഇതിനകത്തൂടെ അമേരിക്ക പ്രദർശിപ്പിച്ചത്.
അതിന്റെ എഫക്ട് എത്രമാത്രം ബാറ്റിൽ ഡാമേജ് നടന്നിട്ടുണ്ടെന്നുള്ളതിന് അതിന്റെ അസസ്മെന്റ് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. അതിനൊരു 24 തൊട്ട് 48 മണിക്കൂർ വരെ കഴിയുമ്പോൾ അതിന്റെ ഇനീഷ്യൽ റിപ്പോർട്ട്സ് വരും. പക്ഷെ അതിന്റെ ആക്ച്വൽ എന്തുമാത്രം ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം വളരെ ഷുവർ ആണ്, ഇറാന്റെ ഭാഗത്ത് നിന്ന് അവര് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള രീതിയിൽ ആയിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ദ ന്യൂക്ലിയർ ഡ്രീം ഇസ് ഡെഡ് എന്നാണ്. ഡെഡ് അല്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 10-15 വർഷത്തേക്ക് അവശ നിലയിൽ കടത്താനുള്ള എല്ലാ ആമിനേഷനും അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ചില റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു, ഏകദേശം ഒരു 19ഓളം വണ്ടികൾ, ഇറാന്റെ വണ്ടികൾ ഈ ഫോർഡോ ബേസിൽ നിന്ന് തന്നെ 19-ാം തീയതി, അതായത് 2 ദിവസം മുൻപ് അവിടുന്ന് പോകുന്നതായിട്ടൊക്കെ ഉള്ള റിപ്പോർട്ട്സ് ഉണ്ട്. ഇറാൻ പറയുന്നത് അവരുടെ എല്ലാം അസറ്റ്സിനെ അവിടുന്ന് മാറ്റിയിരുന്നെന്നും ന്യൂക്ലിയർ റേഡിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പല റിപ്പോർട്ട്സും വരുന്നുണ്ട്. പക്ഷെ ശ്രീ പ്രദീപ്, ഇത്രയും അമിനിഷൻ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു TNT എന്ന് പറയുന്ന എക്സ്പ്ലോസീവ് അവിടെ ഇടുന്നത്, അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു വലിയ രീതിയിലുള്ള ഡിഗ്രഡേഷൻ നടന്നിട്ടുണ്ടെന്ന് ഇതിനകത്ത് യാതൊരു സംശയമില്ല. അത് തീർച്ചയായിട്ടും നടക്കും.